ടീം ആൻകമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 88/2025 വിമൻസ് കോൺസ്റ്റബിൾ എക്സാമിനേഷനകത്ത് സയൻസ് പാർട്ടിന്റെ ക്വസ്റ്റ് ചോദിച്ച ചോദ്യങ്ങൾ ഡിസ്കഷൻ ആണ്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം മറക്കാതെ കമന്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ കോഡിലെ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസിനും മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. സോ അങ്ങനെ നോക്കുമ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഒരു വലിയ വെള്ളച്ചാട്ടത്തിന്റെ അടിയിലുള്ള വെള്ളത്തിന്റെ താപനില മുകളിലുള്ള വെള്ളത്തിന്റെ താപനിലയേക്കാൾ കൂടുതലാണ്. കാരണം എന്താണ്? സോ ഒരു വെള്ളച്ചാട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിൽക്കുന്നു, താഴേക്ക് ഫ്ലോ ചെയ്യുന്നു. സോ ഇവിടെ വരെ എന്ന് പറയുന്ന വെള്ളച്ചാട്ടത്തിനുള്ളതിന്റെ പൊട്ടൻഷ്യൽ എനർജി അഥവാ പൊട്ടൻഷ്യൽ എനർജിയാണുള്ളത്. സോ താഴോട്ട് വരുന്നതോറും എന്താണുള്ളത്? അതിന് കൈനറ്റിക് എനർജിയാണുള്ളത്. പൊട്ടൻഷ്യൽ എനർജി സ്ഥിതികോർജവും കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഗതികോർജവുമാണ്. സോ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നുണ്ട്. സോ ഇവിടെ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? വീഴുന്ന വെള്ളം സൂര്യനിൽ നിന്ന് ചൂട് ആഗിരണം ചെയ്യുന്നു. വീഴുന്ന വെള്ളം സൂര്യനിൽ നിന്ന് ചൂട് ആഗിരണം ചെയ്യുന്ന അതല്ല അതിന്റെ റീസൺ എന്ന് പറയുന്നത്. വീഴുന്ന വെള്ളത്തിന്റെ ഗതികോർജം താപമായി പരിവർത്തനം ചെയ്യാത്ത കൈനറ്റിക് എനർജി, അത് ഈ ഫ്ലോ ചെയ്യുന്ന വെള്ളത്തിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആയിട്ട് അല്ലെ ഹീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. സോ അതാണ് അതിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടിയിലുള്ള വെള്ളത്തിന് കൂടുതൽ സ്ഥിതികോർജമുണ്ട്, അതും ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അന്തരീക്ഷ മർദ്ദത്തിൽ വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്നു. മർദ്ദം കുറഞ്ഞാൽ അത്. അന്തരീക്ഷ മർദ്ദത്തിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ വെള്ളം തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ്. അതായത് വെള്ളം തിളയ്ക്കുന്നത് എന്ന് പറയുന്നത് ആ ഒരു വെള്ളത്തിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആവുമ്പോഴാണ്. സോ വെളിയിലുള്ള പ്രഷർ എന്ന് പറയുന്നത് കുറയുമ്പോൾ കുറഞ്ഞ ടെമ്പറേച്ചർ മതി എന്ത് ആ പ്രഷറുമായിട്ട് ഈക്വൽ ആവാനായിട്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് ഉള്ളത് എങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളത്തിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറുള്ള 1 അറ്റ്മോസ്ഫിയറിന് ഈക്വൽ ആവുന്നു. അപ്പൊ അത് വെള്ളം തിളയ്ക്കുന്നു. ഇപ്പൊ ആ വേപ്പർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 0.75 അറ്റ്മോസ്ഫിയർ ആയാൽ അപ്പൊ എന്ത് സംഭവിക്കുന്നു? ചെറിയ ടെമ്പറേച്ചറിൽ 100 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കുറഞ്ഞ ടെമ്പറേച്ചറിൽ ആ വെള്ളത്തിന്റെ വേപ്പർ പ്രഷർ എക്സ്റ്റേണൽ പ്രഷർ ആയിട്ടുള്ള അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിട്ടുള്ള 0.75 ഈക്വൽ ആവുന്നു. അപ്പൊ വെള്ളം തിളയ്ക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ഔട്ട്സൈഡ് പ്രഷർ കുറഞ്ഞാൽ കുറഞ്ഞ ടെമ്പറേച്ചറിൽ തന്നെ എന്ത് സംഭവിക്കും? വെള്ളം തിളയ്ക്കും. അതായത് ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ പറയാം, അതായത് ഒരു വെള്ളം തിളയ്ക്കുന്നത് വെള്ളത്തിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് ഈക്വൽ, എക്സ്റ്റേണൽ പ്രഷറിനോട് ഈക്വൽ ആകുമ്പോഴാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുമ്പോൾ കുറഞ്ഞ പ്രഷറിൽ തന്നെ എന്ത് സംഭവിക്കും? വെള്ളം തിളയ്ക്കും. കുറഞ്ഞ ടെമ്പറേച്ചർ മതി ആ വേപ്പർ പ്രഷർ ഗെയിൻ ചെയ്യാനായിട്ട്. സോ കുറഞ്ഞ താപനിലയിൽ തിളയ്ക്കുന്നു. താഴെ പറയുന്നവയിൽ പ്രകാശത്തിന്റെ സ്വഭാവം അല്ലാത്തത് ഏത്? ശൂന്യതയിലൂടെ സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെങ്കിൽ ലൈറ്റ് എന്ന് പറയുന്നത് വാക്വത്തിൽ ട്രാവൽ ചെയ്യുന്നു. കറക്റ്റ് ആണ്. നിശ്ചിത വേഗതയുണ്ട്. സ്പീഡ് ഇൻ ദ വാക്വം എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഊർജ്ജം വഹിച്ചുകൊണ്ട് പോലും ക്ലിയർ ആണ്. കാരണം ഒരു ലൈറ്റിന്റെ എനർജി E=h ന്യൂ എന്ന് പറയുന്നതിന്റെ ഫ്രീക്വൻസി ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് എനർജി എന്ന് പറയുന്നത് E=h കാൽക്കുലേറ്റ് ചെയ്യാം. സഞ്ചരിക്കാൻ ഒരു മീഡിയം ആവശ്യമില്ല. ലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം സഞ്ചരിക്കാൻ ഒരു മാധ്യമം അഥവാ മീഡിയം ആവശ്യമില്ല. ബട്ട് സൗണ്ടിന് അത് ആവശ്യമാണ്. സോ തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത്? സ്പേസ് എക്സ്. സോഡിയം കാർബണേറ്റ് ലായനിയുടെ pH മൂല്യം. സോഡിയം കാർബണേറ്റ് Na2CO3. സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്നത് ഒരു ബേസിക് സൊല്യൂഷൻ ആണ്. ബേസിക് സൊല്യൂഷന്റെ pH എന്ന് പറയുന്നത് 7 മുകളിലായിരിക്കും. സോ സോഡിയം കാർബണേറ്റിന്റെ pH എന്ന് പറയുന്നത് D 7 മുകളിലായിരിക്കും. നെക്സ്റ്റ് വൺ, അറ്റോമിക് സംഖ്യ 23 മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടുന്നു? അതായത് ആറ്റോമിക് നമ്പർ 21 മുതൽ 30 വരെ എന്ന് പറയുന്നത് ഡി ബ്ലോക്ക് ആണ്. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് 23 വെച്ചിട്ട് എഴുതി നോക്കാം. 1s2 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 2s2, 2p6, 3s2, 3p6, 4s2. ഇപ്പൊ എത്ര എണ്ണമായി? 4, 6, 4, 10, 10, 10, 20. അടുത്ത 3 എണ്ണം എന്ന് പറയുന്നത് 3d3 പോകും. സോ ലാസ്റ്റ് ഇലക്ട്രോൺ പോയത് ഡി ബ്ലോക്കിലായതുകൊണ്ട്, ഡി സബ്ഷനിലായതുകൊണ്ട് ഇത് ഡി ബ്ലോക്ക് ആയിരിക്കും. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇതെങ്ങനെ ഈ ഓർഡർ വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ എഴുതിയാൽ 1s, 2s, 2p, 3s, 3p, 3d, 4s, 4p, 4d, 4f. ഇലക്ട്രോണെ ഫിൽ ചെയ്യാനായിട്ട് ആദ്യം 1s, പിന്നെ 2s, പിന്നെ 2p, പിന്നെ 3s, പിന്നെ 3p, പിന്നെ 4s, പിന്നെ 3d, പിന്നെ 4p. എസിൽ മാക്സിമം 2 ഇലക്ട്രോൺ പറ്റും, പിയിൽ മാക്സിമം 6 ഇലക്ട്രോൺ പറ്റും, ഡിയിൽ മാക്സിമം 10 ഇലക്ട്രോൺ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. 90 ഗ്രാം ജലത്തിൽ എത്ര മോൾ ഉണ്ട്? നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ് ആണ്. ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന മാസ് എന്ന് പറയുന്നത് 90.
ഒരു വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം 2 ഹൈഡ്രജനും ഒരു ഓക്സിജന്റെ മാസ് 16, ഒരു മോൾ ഹൈഡ്രജന്റെ മാസ് 1, അപ്പൊ 2 മോൾ ആകുമ്പോൾ 2, 16 + 2 18, 18 വാട്ടറിന്റെ മോളാർ മാസ് എന്ന് പറയുന്നത്. 90 ഡിവൈഡ് ബൈ 18 5, നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 5 എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് ഇലക്ട്രിക് അയൺ ബോക്സിലെ ഹീറ്റിംഗ് എലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? ഹീറ്റിംഗ് എലമെന്റ് ഉപയോഗിക്കുന്ന ലോഹസങ്കരം നിക്കൽ, ക്രോമിയം, മാഗ്നീസ് ഒക്കെ കടന്നു വരുന്ന നിക്രോമാണ്. അയൺ വരുന്ന നിക്രോമാണ് അവിടെ ഉപയോഗിക്കുന്ന ലോഹസങ്കരം എന്ന് പറയുന്നത്. അലോയ് എന്ന് പറയുന്ന നിക്രോമാണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പർ കോഡിനകത്ത് ചോദിച്ച സയൻസുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിനുള്ള അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് റണ്ണിങ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.